ഹലോ, വെൽക്കം ബാക്ക് ടു ഫിന സ്റ്റഡി റൂം. അപ്പോൾ നമ്മൾ ഇന്ന് സൈക്കോളജിയിൽ 200 മുതൽ 300 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നോക്കി പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 201ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. റൂസോയുടെ അഭിപ്രായത്തിൽ കുട്ടികൾക്ക് അധ്യാപകനെ ആവശ്യമായി വരുന്ന കാലഘട്ടം ഏതാണെന്നാണ്. അത് 201ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അതിൽ എ ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്, കൗമാരമാണ്. കുട്ടികൾക്ക് അധ്യാപകനെ ആവശ്യമായി വരുന്ന കാലഘട്ടം കൗമാരമാണ്. 202ാമത്തെ ക്വസ്റ്റ്യൻ. ബ്രൂണറിൻ്റെ വൈജ്ഞാനിക വികസന ഘട്ടത്തിൽ മൂർത്ത വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുള്ള പഠന ഘട്ടമാണ് പ്രവർത്തനഘട്ടം. മൂർത്ത വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുള്ള പഠനഘട്ടം പ്രവർത്തനഘട്ടമാണ്. 203ാമത്തെ ക്വസ്റ്റ്യൻ. പിയാഷയുടെ സന്മാർഗിക വികസന ഘട്ടത്തിൽ പ്രതിഫലവും ശിക്ഷയും സന്മാർഗിക വികസനത്തെ ക്രമപ്പെടുത്തുന്ന ഘട്ടം, അത് ഹെറ്ററോണമി അതോറിറ്റിയാണ്. പിയാഷയുടെ സന്മാർഗിക വികസന ഘട്ടത്തിൽ പ്രതിഫലവും ശിക്ഷയും സന്മാർഗിക വികസനത്തെ ക്രമപ്പെടുത്തുന്നു, അത് ഹെറ്ററോണമി അതോറിറ്റിയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുള്ളതായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ധനപ്രബലനം അല്ലാത്തത്, അത് ഇമ്പോസിഷൻ ആണ് ധനപ്രബലനം അല്ലാത്തത്. ബാക്കി പ്രശംസ, അധ്യാപകന്റെ സ്നേഹപൂർവ്വമുള്ള തലോടൽ, അധ്യാപകന്റെ പുഞ്ചിരിയെല്ലാം ധനപ്രബലനത്തിൽ വരുന്നതാണ്. 205ാമത്തെ ക്വസ്റ്റ്യൻ. ഗാഗ്നയുടെ പഠനത്തിന്റെ ക്രമീകരണ രീതിയിലെ ആദ്യഘട്ടം ഏതാണെന്നാണ്. അത് സംജ്ഞാഘട്ടമാണ്. സംജ്ഞാ പഠനമാണ് ആദ്യഘട്ടം. ഗാഗ്നയുടെ പഠനത്തിന്റെ ക്രമീകരണ രീതിയിലെ ആദ്യഘട്ടം സംജ്ഞാ പഠനവുമാണ്. അവസാന ഘട്ടം ഏതാണ്? പ്രശ്നപരിഹരണമാണ് അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. കാഴ്ചയിലൂടെ ലഭിക്കുന്ന സംവേദനങ്ങൾക്ക് ഓർമ്മകളായി മാറുന്നതാണ് വിഷ്വൽ മെമ്മറി. ഒരു ബിംബകൽപ്പന വഴി കഠിനവും അസാധാരണവുമായിട്ടുള്ള പദങ്ങളെയും മറ്റിനങ്ങളെയും ഓർക്കാൻ കഴിയുന്നതാണ് സൂചക പദരീതി എന്ന് പറയുന്നത്. സൂചക പദരീതി എന്ന് പറയുന്നത് ഒരു ബിംബകൽപ്പന വഴി കഠിനവും അസാധാരണവുമായിട്ടുള്ള പദങ്ങളെ മറ്റിനങ്ങളെയും ഓർക്കാൻ കഴിയുന്നതിനെയാണ് സൂചക പദരീതി എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന സാഹചര്യ ഘടകങ്ങളിൽ പെടുന്നത് ഏതെല്ലാമാണ് എന്നാണ്. അതിൽ കുടുംബം, വിദ്യാലയം, സാമൂഹിക സാംസ്കാരിക ഘടകങ്ങൾ. കുടുംബം, വിദ്യാലയം, സാമൂഹിക സാംസ്കാരിക ഘടകങ്ങൾ. 209ാമത്തെ ക്വസ്റ്റ്യൻ. വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന മാധ്യമ സവിശേഷതകളിൽ പെടുന്നത് സ്വാർത്ഥത, മത്സരബുദ്ധി, വിധേയത്വം. ഇവയെല്ലാം വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന മാധ്യമ സവിശേഷതകളിൽ പെടുന്നവയാണ്. 210ാമത്തെ ക്വസ്റ്റ്യൻ. ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ മനസ്സിനുള്ളിലെ ശരിയും തെറ്റും നിയന്ത്രിക്കുന്നത് സൂപ്പർ ഈഗോ ആണ്. 211. സംഘഘടക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണെന്നാണ്. അത് തേഴ്സ്റ്റൺ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. റൈമണ്ട് കാറ്റലിൻ്റെ അടിസ്ഥാനത്തിൽ ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ് ഉൾപ്പെടുന്നത് ക്ലാസ് റൂം പരീക്ഷകൾ. ക്ലാസ് റൂം പരീക്ഷകളിലാണ് റൈമണ്ട് കാറ്റലിൻ്റെ അടിസ്ഥാനത്തിൽ ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ് ഉൾപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ട്രയാർക്കിക് സിദ്ധാന്തത്തിൻ്റെ 3 തലങ്ങളിൽ ഉൾപ്പെടാത്തത് അനലിറ്റിക്കൽ ഇൻ്റലിജൻസ് ആണ്. അപ്പോൾ ട്രയാർക്കിക് സിദ്ധാന്തത്തിൻ്റെ 3 തലങ്ങളിൽ ഉൾപ്പെടുന്ന തലങ്ങൾ ഏതൊക്കെയാണ്? അത് കോമ്പൻഷൻ ഇൻ്റലിജൻസും എക്സ്പീരിമെൻ്റൽ ഇൻ്റലിജൻസും കണ്ടക്ച്വൽ ഇൻ്റലിജൻസുമാണ്. അതിൽ അനലിറ്റിക്കൽ ആണ് അതിൽ വരാത്തതായിട്ടുള്ളത്. ഈ താഴെ പറയുന്നവയിൽ ശരിയായത് IQ = MA/CA × 100. അതാണ് ആ ഒരു സൂത്രവാക്യം. ഇനി 215. വൈകാരിക ബുദ്ധി എന്ന ഗ്രന്ഥം രചിച്ചത് ഗോൾഡ്മാൻ ആണ്. വൈകാരിക ബുദ്ധി എന്ന ഗ്രന്ഥം രചിച്ചത് ഗോൾഡ്മാൻ ആണ്. സർഗപരതയുടെ വിലയിരുത്തലിന് പരിഗണിക്കുന്നവ ഏതാണെന്നാണ്. അത് വിപുലീകരണം, മൗലികത, വഴക്കം. ഇവയെല്ലാം സർഗാത്മകതയുടെ വിലയിരുത്തലിന് പരിഗണിക്കേണ്ട ഘടകങ്ങളിൽ പെടുന്നവയാണ്. ശ്രമപരാജയ സിദ്ധാന്തത്തിലെ 3 നിയമങ്ങളാണ് അഭ്യാസ നിയമം, സന്നദ്ധതാ നിയമം, ഫലനിയമം. ഇത്രയുമാണ്. 218ാമത്തെ ക്വസ്റ്റ്യൻ. ഗാർണറുടെ അഭിപ്രായത്തിൽ താഴെ പറയുന്നവയിൽ ആർക്കാണ് ദൃശ്യസ്ഥലപര ബുദ്ധി കൂടുതലുള്ളതെന്നാണ്. അത് കലാകാരന്മാർക്കാണ് ദൃശ്യസ്ഥലപര ബുദ്ധി തന്നിട്ടുള്ളതിൽ ഏറ്റവും കൂടുതലുള്ളത്. 219. കണ്ടീഷനുകളിൽ നടന്ന പ്രതികരണങ്ങളുടെ തീവ്രത കുറയ്ക്കുന്ന പഠന പ്രക്രിയയാണ് വിലോപം എന്ന് പറയുന്നത്. വിലോപം എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടീഷനിങ്ങിൽ നടന്ന പ്രതികരണങ്ങളുടെ തീവ്രത കുറയ്ക്കുന്ന പഠന പ്രക്രിയ, വിലോപം. ഇനി അശ്രദ്ധമായിട്ടുള്ള ക്ലാസ്സിൽ ഇരിക്കുന്ന ഒരു കുട്ടിയെ എങ്ങനെ നിങ്ങൾ പരിഗണിക്കും? ചെറിയ ഇടവേളകളിലൂടെ വൈവിധ്യമാർന്ന പഠന സാഹചര്യങ്ങൾ കൊടുക്കുക. 221. ആദ്യം സൈക്കോളജിക്ക് അതിൻ്റെ ആത്മാവ് നഷ്ടമായി, പിന്നെ അതിന് മനസ്സ് നഷ്ടമായി, പിന്നെ അതിന് ബോധം നഷ്ടപ്പെട്ടു, ഇപ്പോഴും അതിന് ഏതോ ഒരു തരത്തിലുള്ള വ്യവഹാരമുണ്ട്. ഇങ്ങനെ പറഞ്ഞത് SR വുഡ്വർത്ത് ആണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ. മനഃശാസ്ത്രത്തിൻ്റെ വ്യവഹാരിക സമീപനത്തിൻ്റെ വക്താവ് ആരാണെന്നാണ്. അത് JB വാട്സൺ ആണ്. 223. അപസമായോജിതനോ അംഗീകൃത ശൈലിക്ക് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നവനോ ആയ വ്യക്തിയുടെ വ്യവഹാര സംബന്ധമായ പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് ഉപയോഗിക്കുന്ന രീതി ചികിത്സാ രീതിയാണ്. 224. ഒരു സാമൂഹിക സംഘത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള സാമൂഹിക ബന്ധങ്ങൾ നിർണ്ണയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തന്ത്രമാണ് സമൂഹമിതി.
അടുത്ത ക്വസ്റ്റ്യൻ, തീമാറ്റിക് അപ്രീസിയേഷൻ ടെസ്റ്റ് വികസിപ്പിച്ചത് മുറയാണ്. തീമാറ്റിക് അപ്രീസിയേഷൻ ടെസ്റ്റ് വികസിപ്പിച്ചത് മുറയാണ്. മെന്റലിന്റെ 3 പാരമ്പര്യ നിയമങ്ങളിൽ പെടാത്തത് ഏത് എന്നാണ്. അത് സങ്കലന നിയമമാണ്. അപ്പോൾ പെടുന്നത് സമാനമായതിനെ ജനിപ്പിക്കുന്നു എന്ന നിയമം, വിചലന നിയമവും പ്രത്യാവർത്തന നിയമവും ഒക്കെ മെന്റലിന്റെ 3 നിയമങ്ങളിൽ പെടുന്നതാണ്. 227 പാരമ്പര്യവും പരിസ്ഥിതിയും തമ്മിൽ പുലർത്തുന്ന ബന്ധത്തെ കൂടുതൽ ശരിയായിട്ട് സൂചിപ്പിക്കുന്നത് ഏത്? വ്യക്തിത്വം = പാരമ്പര്യം × പരിസ്ഥിതിയാണ്. P = H × E ആണ്. N2 ആണ് കേട്ടോ. ഇനി കളിപ്പാട്ടങ്ങളുടെ കാലം എന്ന് വിശേഷിപ്പിക്കുന്ന വികസന ഘട്ടം ആദ്യകാല ബാല്യമാണ്. 229 ഇഷ്ടപ്പെട്ട വ്യക്തികളുടെ മനസ്സിൽ തനിക്കുണ്ടാകുന്ന സ്ഥാനമോ വിലയേറിയ മറ്റേതെങ്കിലും തന്നിൽ നിന്നും മറ്റൊരാൾ കവർന്നെടുത്തു എന്ന് വിശ്വസിക്കുന്ന വ്യക്തിക്കുണ്ടാകുന്ന മാനസിക അസ്വസ്ഥ്യമാണ് ഈർഷ്യ എന്ന് പറയുന്നത്. ഈർഷ്യ. പിയാഷയുടെ 230 പിയാഷയുടെ അഭിപ്രായത്തിൽ പ്രത്യാവർത്തനം വേണ്ടിവരുന്ന മനോവ്യാപാരങ്ങളിൽ ഏർപ്പെടാനുള്ള ശേഷി പ്രത്യക്ഷപ്പെടുന്ന വൈജ്ഞാനിക വികസന ഘട്ടമാണ് വസ്തുനിഷ്ഠ മനോവ്യാപാര ഘട്ടം. 231 ഒരു കുട്ടി സാമൂഹിക സവിശേഷതകൾ ആദ്യം അഭ്യസിക്കുന്നത് മാതാപിതാക്കളിൽ നിന്നാണ്. ഒരു കുട്ടി സാമൂഹിക സവിശേഷതകൾ ആദ്യം അഭ്യസിക്കുന്നത് മാതാപിതാക്കളിൽ നിന്ന്. ദേശീയ സാക്ഷരതാ മിഷൻ നിലവിൽ വന്ന വർഷം 1988ലാണ്. 1988ലാണ് ദേശീയ സാക്ഷരതാ മിഷൻ നിലവിൽ വന്നത്. ഭാഷാബോധനത്തിന്റെ മുൻഗണനാ ക്രമം ഏത്? ശ്രവണം, ഭാഷണം, വായന, ലേഖനം. 234 ചില പദങ്ങൾ വ്യക്തമായി ഉച്ചരിക്കാൻ കുട്ടിക്ക് പ്രയാസം അനുഭവപ്പെടുന്നതാണ് കൊഞ്ഞ. 235 മാസ്ലോവിൻ്റെ അഭിപ്രായപ്രകാരം മനുഷ്യന്റെ ആവശ്യങ്ങളിൽ വെച്ച് ഏറ്റവും ഉദാത്തം ഏതാണെന്നാണ്. അത് ആത്മയാഥാർത്ഥ്യവൽക്കരണമാണ്. 236 പഠനത്തിൽ സംഭവിക്കുന്ന ഒരേ നിരക്കിലുള്ള പുരോഗതിയെ കാണിക്കുന്ന പഠനവക്രമാണ് ഋജുരേഖ വക്രം. 237 പൗരാണിക അനുബന്ധന സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് പാവ്ലോവാണ്. 238 കുട്ടി ഗുണന പട്ടിക യഥാർത്ഥ ബോധത്തോടെ പഠിക്കുകയും പിന്നെ ആവർത്തിച്ച് ഹൃദ്യസ്ഥമാക്കുകയും പിൽക്കാലത്ത് പ്രയോഗിക്കുകയും ചെയ്യുന്നത് ഏത് തരം സ്മരണയാണ്? യുക്തി സ്മരണയാണ്. 239 ഒരു വിഷയത്തിൻ്റെയോ പ്രവർത്തനത്തിൻ്റെയോ പഠനം മറ്റൊരു വിഷയത്തിൻ്റെയോ പ്രവർത്തനത്തിൻ്റെയോ പഠനത്തിന് സഹായകമാകുന്നത് അധിക സംക്രമണമാണ്. 240 ഹിപ്പോക്രാറ്റസിന്റെ അഭിപ്രായത്തിൽ മനുഷ്യ ശരീരത്തിൽ എത്ര തരം രസങ്ങളാണുള്ളത്? 4 തരം രസങ്ങളുണ്ട്. 241 പ്രബലനത്തിന്റെ ഊന്നൽ നൽകുന്ന പഠന സിദ്ധാന്തമാണ് വ്യവഹാരവാദ സിദ്ധാന്തം. 242 ഹെർബർട്ട് ഷെൽഡന്റെ അഭിപ്രായത്തിൽ ഉരുണ്ടു തടിച്ച മൃദുവായിട്ടുള്ള ശരീരം സമൂഹ ബന്ധങ്ങളിൽ താല്പര്യം ഉള്ളവരും സ്നേഹത്തോടെയുള്ള പെരുമാറ്റവും കൂടിയവരുമായിട്ടുള്ള കരുതുന്ന വ്യക്തികളാണ് എൻഡോമോർഫിക്. ഹെർബർട്ട് ഷെൽഡന്റെ അഭിപ്രായത്തിൽ ഉരുണ്ടു തടിച്ച മൃദുവായ ശരീരം സമൂഹ ബന്ധങ്ങളിൽ താല്പര്യം ഉള്ളവരും സ്നേഹത്തോടെയും പെരുമാറ്റത്തോടെയും ആയിട്ടുള്ളവരെയാണ് എൻഡോമോർഫിക് എന്ന് പറയുന്നത്. പിയാഷയുടെ അഭിപ്രായത്തിൽ ഒരിക്കൽ സ്വാംശീകരണം സംഭവിച്ചു കഴിഞ്ഞാൽ അപരിചിത സ്കീമുകളിൽ വൈജ്ഞാനിക ഘടനയിൽ പ്രവർത്തിക്കാൻ സന്നദ്ധമാകുന്നു. വൈജ്ഞാനിക ഘടനയിൽ ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥാനം കണ്ടെത്തുന്നതാണ് അധിനിവേശം. 244 കുട്ടികളുടെ വളർച്ചയെയും വികാസത്തെയും സംബന്ധിച്ച നിഗമനങ്ങളിൽ എത്തിച്ചേരാൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് പ്രയോഗിക്കാം? വിലയിരുത്തൽ, മൂല്യനിർണ്ണയം, പ്രശ്ന നിർണ്ണയം ഇവയെല്ലാം ഉൾപ്പെടുത്താം. 245 പരാജയം ഉണ്ടാകുമ്പോൾ തെറ്റായ ന്യായീകരണങ്ങൾ കണ്ടുപിടിച്ച് ആശ്വാസം കണ്ടെത്തുന്ന സമായോജന തന്ത്രമാണ് യുക്തീകരണം. 246 ഭാഷാ പഠന പ്രശ്നങ്ങൾ അറിയപ്പെടുന്നത് ഡിസ്ലക്സിയ. 247 മനുഷ്യന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ശക്തി പകരുന്ന ഊർജ്ജമാണ് അഭിപ്രേരണ. 248 പാവ്ലോവിന്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ ഒരു അനുബന്ധ ചോദനം ഉപയോഗിച്ച് മറ്റൊരു അനുബന്ധനം രൂപപ്പെടുത്തുന്നതിനെ പറയുന്നത് കണ്ടീഷനിങ്ങിലെ ഉയർന്ന ചിന്ത എന്നതാണ്. 249 IQ 140 മുകളിലുള്ള കുട്ടികളാണ് പ്രതിഭാശാലി. 240 മാനസിക വികസനത്തിലെ വിവിധ മേഖലകളിൽ പെടുന്നത് ഇവയെല്ലാമാണ്. അതിൽ ഇന്ദ്രിയ വേദനയും പ്രത്യക്ഷണവും ആശയരൂപവൽക്കരണം ശ്രദ്ധയും താല്പര്യവും. 241 ബ്രെയിൻ സ്റ്റോമിംഗ് സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? വിദ്യാർത്ഥിയുടെയും വ്യക്തിഗത പ്രകടനം വിലയിരുത്തപ്പെടുന്നു. 252 കുതിരയെ വെള്ളത്തിനടുത്തേക്ക് നയിക്കാമെന്നല്ലാതെ വെള്ളം കുടിപ്പിക്കാനാവില്ല. ഈ ചൊല്ല് പഠനവുമായി ബന്ധപ്പെട്ട് ഏത് ഘടകത്തെയാണ് സൂചിപ്പിക്കുന്നത്? പഠന സന്നദ്ധത. 253 ഒരു കുട്ടിയുടെ വൈകാരിക വികസനത്തിൽ ഒരു അധ്യാപകന്റെ പങ്ക് താഴെ പറയുന്നവയിൽ ഏതാണ്? അപ്പം കുട്ടികളുടെ വൈകാരിക പ്രശ്നങ്ങളിൽ കുടുംബ സ്വാധീനം എത്രത്തോളം ഉണ്ടെന്ന് അധ്യാപകൻ മനസ്സിലാക്കുകയും അതനുസരിച്ചിട്ട് വികസനം ഗുണമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം. വൈകാരിക ശക്തിയുടെ പ്രകടനത്തിന് ആവശ്യമായ പാഠ്യേതര പ്രവർത്തനങ്ങളും ഒരുക്കണം. അധ്യാപകൻ കുട്ടികളുടെ വ്യക്തിത്വത്തെ ബഹുമാനിക്കുകയും അവരുടെ
പ്രത്യേകതകളെ മനസ്സിലാക്കുകയും വേണം. 254 ഒരു ചോദകപരവും പ്രതികരണചരവും തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള മനഃശാസ്ത്ര പഠന രീതിയാണ് പരീക്ഷണ രീതി. 255 ശിശുവികാരങ്ങളുടെ വിശേഷത താഴെ പറയുന്നവയിൽ ഏതാണ്? അതിൽ ക്ഷണികത, ആവൃത്തി, വ്യത്യസ്തത. 256 വർഷങ്ങൾക്ക് മുമ്പ് കൂടെ പഠിച്ച ഒരാളെ കാണുമ്പോൾ അന്നത്തെ ക്ലാസ്സും സ്കൂളും സംഭവങ്ങളും ഓർമ്മയിൽ ഓടിയെത്തുന്നത് നിഷ്ക്രിയ സ്മരണ. 257 ഫ്രോയിഡ് മുന്നോട്ട് വെച്ച 5 മനോലൈംഗിക വികാസ ഘട്ടങ്ങളിൽ ആദ്യത്തെ ഘട്ടം പതനഘട്ടം. സ്റ്റേൺബർഗിന്റെ ട്രയാർക്കിക് സിദ്ധാന്ത പ്രകാരം സിറ്റുവേഷണൽ സ്മാർട്ട് അല്ലെങ്കിൽ സ്ട്രീറ്റ് സ്മാർട്ട് എന്നറിയപ്പെടുന്നത് കണ്ടക്ച്വൽ ഇൻ്റലിജൻസ് ആണ്. സ്റ്റേൺബർഗിന്റെ ട്രയാർക്കിക് സിദ്ധാന്ത പ്രകാരം സിറ്റുവേഷണൽ സ്മാർട്ട് അല്ലെങ്കിൽ സ്ട്രീറ്റ് സ്മാർട്ട് എന്നറിയപ്പെടുന്നത് കണ്ടക്ച്വൽ ഇൻ്റലിജൻ്റ് ആണ്. 259 കഴിഞ്ഞ 2 വർഷമായി സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയായ അജയ് അവൻ്റെ പ്രതീക്ഷിത പഠന നിലവാരത്തേക്കാൾ താഴ്ന്ന നിലയിലാണ് ഉള്ളത്. അതിനെ പറയുന്നത് സിദ്ധി പരിമിതി. 260 കഴിഞ്ഞ 1 മാസമായി അരുൺ എന്ന 7ാം ക്ലാസ്സുകാരൻ സൈക്കിൾ ഓടിക്കാൻ പഠിക്കുകയാണ്. ഇപ്പോഴും അവന് സൈക്കിൾ ഓടിക്കാൻ അറിയില്ല. ഇത് ഏത് പഠന വൈകല്യത്തിന് ഉദാഹരണമാണ്? പ്രയോഗ വൈകല്യം. 261 മനഃശാസ്ത്രത്തിലെ ഘടനാവാദത്തിന് തുടക്കം കുറിച്ചത് വില്യം വൂണ്ടാണ്. 262 ഏറ്റവും പഴക്കം ചെന്ന മനഃശാസ്ത്ര പഠന രീതിയാണ് ആത്മപരിശോധനാ രീതി. 263 ആദ്യകാല ബാല്യങ്ങളിലുള്ള കുട്ടികളുടെ ബൗദ്ധിക വികസന ഘട്ടത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന പ്രവർത്തനമാണ് ജിജ്ഞാസ, നിർമ്മാണപരത, കളിയിലുള്ള താൽപ്പര്യം. 264 ബ്രൂണറിന്റെ അഭിപ്രായത്തിൽ വൈജ്ഞാനിക അനുഭവങ്ങൾ സ്വീകരിക്കുന്നതും പ്രകടിപ്പിക്കുന്നതുമായിട്ടുള്ള പ്രതീകങ്ങൾ ഭാഷ വഴി അവതരിപ്പിക്കുന്ന ഘട്ടമാണ് പ്രതിരൂപാത്മക ഘട്ടം. ഭയത്തിൻ്റെ സാങ്കല്പിക രൂപമാണ് ആകുലത. ഭയത്തിൻ്റെ സാങ്കല്പിക രൂപം ആകുലത. ആധുനിക ഭാഷാശാസ്ത്രത്തിൻ്റെ പിതാവ് നോം ചോംസ്കിയാണ്. 267 പല ദിവസങ്ങളിലായി ആവർത്തിച്ച് പരിശീലനം നടത്തുന്ന പഠന രീതിയാണ് വിതരണ പരിശീലനം. പല ദിവസങ്ങളിലായി ആവർത്തിച്ച് പരിശീലനം നടത്തുന്ന രീതിയാണ് വിതരണ പരിശീലനം. ശ്രമപരാജയ സിദ്ധാന്തം ആവിഷ്കരിച്ചത് തോണ്ടൈക്കാണ്. പിയാഷെയുടെ അഭിപ്രായത്തിൽ വൈജ്ഞാനിക ഘടനയുടെ അടിസ്ഥാന ഏകകം സ്കീമയാണ്. ഒരു വിഷയത്തിൽ പഠന പ്രക്രിയ മറ്റൊരു പഠനത്തെ ഗുണകരമായോ ദോഷകരമായോ ബാധിക്കാത്തതാണ് ശൂന്യ സംക്രമണം. ഡിസ്ലെക്സിയ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭാഷാ പഠന പ്രശ്നങ്ങൾ. ഓർമ്മയുടെ ഘടകങ്ങളിൽ പെടാത്തത് വ്യാപനം. 273 മനുഷ്യ ശരീരത്തിൽ 4 തരം രസങ്ങളുണ്ടെന്നും ആ വ്യക്തിയുടെ ശരീരത്തിൽ മുന്തി നിൽക്കുന്ന രസം അയാളുടെ വൈകാരിക ചിന്താവൃത്തിക്ക് സവിശേഷ സ്വഭാവം നൽകുന്നുവെന്നും അഭിപ്രായപ്പെട്ടത് ഹിപ്പോക്രാറ്റസ് ആണ്. 274 പ്രായോഗിക തത്വങ്ങളിൽ അധിഷ്ഠിതമായത് ഈഗോ ആണ്. 275 വ്യക്തിത്വ മാപന രീതിയായ ആത്മനിഷ്ഠാ രീതിയിൽ ഉൾപ്പെടാത്തതേത്? നിയന്ത്രിത നിരീക്ഷണമാണ്. 276 ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം രൂപപ്പെടുത്തിയ മനഃശാസ്ത്രജ്ഞൻ ഗാർട്ട്നർ. ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം രൂപപ്പെടുത്തിയ മനഃശാസ്ത്രജ്ഞനാണ് ഗാർട്ട്നർ. താഴെ കൊടുത്തിരിക്കുന്ന ബുദ്ധിമാപനത്തിനുള്ള പ്രകടന ശോധകം ഏത്? പ്രിന്റർ പാറ്റേഴ്സൺ പ്രകടനമാപിനി, ആർത്തറുടെ പ്രകടനമാപിനി, വെഷ്ലർ വെല്ലബ്യു ബുദ്ധിമാപിനി. 278 പിയാഷെയുടെ അഭിപ്രായത്തിൽ പഠനം നടക്കുന്നതിന് കാരണം ബൗദ്ധിക പ്രവർത്തനമാണ്. 279 പഠനവും ഓർമ്മിക്കുവാനുള്ള കഴിവും വർദ്ധിക്കുവാനുള്ള തന്ത്രമാണ് നിയമോണിക്സ്. 280 അധ്യാപിക ക്ലാസ്സിൽ നൽകിയ ഗണിത പസിലിന് ശരിയുത്തരം നൽകാൻ അരുണിന് കഴിഞ്ഞില്ല. എന്നാൽ വീട്ടിലെത്തിയിട്ടും അവൻ പ്രശ്നത്തെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടേയിരുന്നു. പെട്ടെന്ന് അത് പരിഹരിക്കുവാനുള്ള മാർഗം കണ്ടെത്തുകയും ശരിയുത്തരത്തിലേക്ക് എത്തുകയും ചെയ്തു. അതിന് താഴെ കൊടുത്തിരിക്കുന്ന എന്തുമായി ബന്ധപ്പെട്ടിരിക്കാം? ഉൾക്കാഴ്ച പഠനം. 281 ഒരു സമയത്ത് ഒരു കഴിവ് മാത്രം വികസിപ്പിക്കാൻ സാധ്യതയുള്ള ബോധന രീതിയാണ് മൈക്രോ ടീച്ചിങ്. ഒരു സമയത്ത് ഒരു കഴിവ് മാത്രം വികസിപ്പിക്കാൻ സാധ്യതയുള്ള ബോധന രീതി മൈക്രോ ടീച്ചിങ്. രംഗത്തിന് അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്ന അംശങ്ങളെ ഒരേ രംഗ ചിത്രീകരണത്തിൻ്റെ ഭാഗങ്ങളായി പ്രത്യക്ഷണം ചെയ്യുന്നതാണ് സാമീപ്യ പഠനം. 283 പഠിതാവിന് നൽകുന്ന പ്രതികൂല വൈകാരിക ചിന്തയിൽ പെടാത്തത് സമ്മാനം. പ്രതികൂല വൈകാരിക ചിന്തയിൽ പെടുന്നവ ശിക്ഷ, ഉത്കണ്ഠ, ശത്രുത. 284 പാവ്ലോവ് പൗരാണിക അനുബന്ധന സിദ്ധാന്തത്തിന് ആവശ്യമായിട്ടുള്ള പരീക്ഷണങ്ങൾ നടത്തിയത് നായയിലാണ്. 285 ധനികനായ ഒരു സുഹൃത്തിൻ്റെ പണം മോഷ്ടിച്ചതിന് ശേഷം അതിന് ന്യായീകരണമായി അവൻ ധനികനല്ലേ, അവന് യാതൊരു നഷ്ടവുമൊന്നുമില്ല എന്ന് പറയുന്നതിന് ഏത് തരം സമായോജന തന്ത്രമാണ്? അത് യുക്തീകരണമാണ്. 286 ഗിൽഫോർഡിൻ്റെ ത്രിമുഖ സിദ്ധാന്തത്തിലെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട ഘടകങ്ങളിൽ പെടാത്തത് ഏത്? ഏകകങ്ങൾ. 287 ക്രിയാത്മകതയും ഉൾക്കാഴ്ചയും ആവശ്യമുള്ള പ്രശ്നങ്ങൾ സ്വതന്ത്രമായി കൈകാര്യം ചെയ്യുന്നതിന് സാധിക്കുന്നതാണ് എക്സ്പെരിമെൻ്റൽ ഇൻ്റലിജൻസ്.
288 ഒരു തൊഴിലോ മറ്റേതെങ്കിലും രംഗത്തോ വിജയിക്കുവാനുള്ള ശക്തിയാണ് അഭിക്ഷമത എന്ന് പറയുന്നത്. 289 വിവിധ വസ്തുക്കൾ നിരീക്ഷിച്ച് സംപ്രത്യയം, വിധി, രൂപവൽക്കരണം എന്നിവയിൽ കൂടി സമാനീകരണത്തിൽ അവസാനിക്കുന്ന പ്രക്രിയയാണ് ആഗമന യുക്തി ചിന്തനം. 290 ബോധേന്ദ്രിയ പരിശീലനത്തിന് പ്രാധാന്യം നൽകുന്ന ബോധന രീതി മോണ്ടിസോറി രീതിയാണ്. 291 സാമൂഹിക പഠനം എന്ന സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആൽബർട്ട് ബന്ദൂര. 292 ഒരേ സമയം പ്രൊജക്ടറിലേക്കും ക്ലാസ് റൂമിന് അഭിമുഖമായും നിൽക്കാൻ സഹായിക്കുന്ന ബോധന സഹായിയാണ് ഓവർ ഹെഡ് പ്രൊജക്ടർ. 293 സിദ്ധി ശോധകത്തിന് ഉദാഹരണം വാചാ പരീക്ഷ, എഴുത്തു പരീക്ഷ, ബുദ്ധി പരീക്ഷ. 294 സ്കൂളിലെ ദൈനംദിന വരവ് ചെലവ് കണക്കുകൾ എഴുതി വെക്കുന്ന ബുക്കാണ് ക്യാഷ് ബുക്ക്. അടുത്തത് ദ അക്കാദമി ആരുടെ സംഭാവനയാണ്? പ്ലേറ്റോയുടെ സംഭാവനയാണ്. ഇന്ത്യയിലെ ഇസ്ലാമിക് വിദ്യാഭ്യാസത്തിലെ വിദ്യാരംഭ ചടങ്ങ് ബിസ്മില്ല. 297 നിങ്ങൾ ക്ലാസ് PTA യോഗം നടത്തുകയുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ പരിഗണന നൽകുന്നത് എന്തിനായിരിക്കും? കുട്ടിയുടെ പഠന പിന്നോക്കാവസ്ഥ രക്ഷിതാക്കളെ അറിയിക്കും. അപ്പം അതിൽ കൂടിയ പരിഗണനയുള്ളത് നോക്കാം. കുട്ടിയുടെ പഠന കാര്യങ്ങളിൽ രക്ഷിതാക്കൾക്ക് എങ്ങനെയൊക്കെ ഇടപെടാൻ കഴിയുമെന്ന് ക്ലാസ് നൽകും. യോഗം വിളിക്കുമ്പോൾ രക്ഷിതാക്കൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകും. യോഗം വിളിക്കുമ്പോൾ രക്ഷിതാക്കളുടെ സൗകര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകും. രക്ഷിതാക്കളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഒരുക്കും. 297 ആൻസറാണ് കേട്ടോ. ബി ഓപ്ഷനാണ്. കുട്ടികളുടെ പഠന പിന്നോക്കാവസ്ഥ രക്ഷിതാക്കളെ അറിയിക്കും എന്നതാണ് അതിൽ ശരിയായിട്ട് പരിഗണന കുറഞ്ഞത്, ഏറ്റവും കുറഞ്ഞ പരിഗണന കൊടുക്കുന്നത്. 298 അധ്യാപന വേളയിൽ ഗെയിമുകളും കളികളും ഉപയോഗിക്കുന്ന അധ്യാപകൻ ഉപയോഗിക്കുന്നത് ആന്തരിക പ്രേരണയാണ്. 299 ടീച്ചർ ക്ലാസ്സിൽ ഒരു പ്രശ്നം നൽകി. ധീരജ് അതിന് ഉത്തരം നൽകിയതിൽ നിന്നും വ്യത്യസ്തമായി പുതിയ രീതിയിൽ ചെയ്തത്. ധീരജിൻ്റെ ഈ സ്വഭാവം വെളിവാക്കുന്നത് ക്രിയാത്മക ചിന്ത. 300ാമത്തെ ക്വസ്റ്റ്യൻ ഒരു കുട്ടിയുടെ ശാരീരിക മനസ്സും മാനസിക വയസ്സും തുല്യമാണ്. അങ്ങനെയെങ്കിൽ ആ കുട്ടിയുടെ IQ എത്രയാണെന്നാണ്. IQ 100 ആയിരിക്കും എന്നാണ്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ്. നാളെ നമുക്ക് ബാക്കി നോക്കാം. താങ്ക് യു ഓൾ.